നമ്മളെവിടെയാ പോണേ? ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് സ്റ്റേറ്റിലെ ബ്രിസ്ബെയിനിലെ സൗത്ത് മക്ലീനിലുള്ള ഒരു സെൽവ വിനായകർ കോവിലിലേക്കാണ്. ഇതൊരു ഗണപതി അമ്പലമാണ്. ഈ അമ്പലം കണ്ട നിങ്ങൾ ഞെട്ടിയില്ലേ? ഞെട്ടിക്കാണും. കാരണം ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വന്നത് പെർത്തിലേക്കാണ്. പെർത്തിൽ ഇതുപോലെ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ അമ്പലം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാടൊക്കെ വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ, ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ള ഒരു അമ്പലം നമുക്ക് കാണാൻ പറ്റുന്നത്. തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അമ്പലം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടൊക്കെ നല്ല സാമ്യം തോന്നിക്കുന്ന ഒരു അമ്പലം അല്ലേ. വിശാലമായിട്ടുള്ള പാർക്കിംഗ് തന്നെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇതൊരു 5-6 ഏക്കർ ഭൂമിയിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്നൊരു ശനിയാഴ്ച വൈകുന്നേരമാണ് വന്നത്. നമ്മൾ നോർമലി വരാറുള്ളത് സാറ്റർഡേയും സൺഡേയും രാവിലെയാണ്. ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ വൈകുന്നേരം വന്നത്. ഇത് എന്നും വൈകുന്നേരമുള്ള തിരക്കാണോ അതോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന അയ്യപ്പ പൂജ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടുള്ള തിരക്കാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലെ കാര്യമായ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അത് അയ്യപ്പ പൂജയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഉണ്ട്, അത് മാത്രം ഞാനിവിടെ ചേർക്കുന്നു. എന്ത് രസമാണല്ലേ കറുപ്പൊക്കെ എടുത്ത് സ്വാമിമാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് അത്ര അത്ഭുതമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ പുറത്ത് വന്നിട്ടും ഇങ്ങനെ സംസ്കാരമൊക്കെ നമ്മൾ പിന്തുടരുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. നിറയെ മലയാളീസ് ഉണ്ടായിരുന്നു. ഒരു കീർത്തന ബുക്കൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാണ് ഇതാ അമ്പലത്തിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയേ. ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പിയറൻസേ അങ്ങ് മാറി നല്ല ഭംഗിയായി. അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ്. ഇതാ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി, പിന്നെയും ഭംഗിയായി. പിന്നെ ഞാൻ ഇവിടെ അമ്പലത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ പ്രതിഷ്ഠകളും തന്നെയുണ്ട്. ഗണപതി, ശിവൻ, പാർവതി, കൃഷ്ണൻ, രാധ, രുക്മിണി, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ, നവഗ്രഹങ്ങൾ എന്ന് വേണ്ട എല്ലാവരും തന്നെയുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ വന്ന എല്ലാവരെയും കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഭംഗിയല്ലേ നോക്കിക്കേ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ് കേട്ടോ ഇവിടെ. കാര്യം റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ അമ്പലം ഉള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ശബ്ദമോ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇവിടെ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ്, സാറ്റർഡേയും സൺഡേയിലും രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയും ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു ക്യാൻറ്റീൻ. അത്യാവശ്യം നല്ല വിലക്കുറവിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡ് ഇവിടെ കിട്ടും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇഡ്ഡലി, ദോശ, പൂരി, വട, ചായ അങ്ങനെ ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഭംഗിയിൽ ഇതായി കുറേ പ്രതിമകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്ലാന്റ്സ് ഒക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ കാണാൻ ഏറെ ഇഷ്ടമുള്ള സ്ഥലമാണ് ഇതാ ഈ മയിൽശാല. കുറേ മയിലുകളുണ്ട് കേട്ടോ ഇവിടെ. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ മയിൽശാലയൊക്കെ പണി കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഈ അമ്പലത്തിൽ തന്നെ അപ്പുറം 2 പശുവുണ്ട്, ആടുണ്ട്, കോഴികളുണ്ട്. അപ്പം അതൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. പിന്നെ മയിൽ പീലി വിടർത്തി ആടുന്ന ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യയിലെ നമ്മുടെ ചട്ടികൾ, മാല, വള, കമ്മൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആളുകൾ വരാറുണ്ട് കേട്ടോ. കാര്യം അത്രയും വിലക്കുറവാണ്, നല്ല ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് പുറത്തു നിന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ആളുകൾ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അമ്പലത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. വേറൊരു ദിവസം ഞാൻ പകൽ ടൈമിലുള്ളൊരു വ്യൂവും കൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതുപോലെ റോഡ് സൈഡിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ ശബ്ദമോ ഒന്നും അങ്ങോട്ടേക്ക് കേൾക്കാനേ ഇല്ല. അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ അമ്പലം വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഓസ്ട്രേലിയയിലെ പല പല വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണാം. എല്ലാവർക്കും അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.